വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക 9-ാം അധ്യായത്തിൽ ഒരു സുപ്രധാന സംഭവമാണ് യേശുവിന്റെ രൂപാന്തരീകരണം. അവൻ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എന്റെ പുത്രൻ, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പിന്നീട് യേശു ഒരു ബാലനെ ദുഷ്ടാത്മാവിൽ നിന്ന് മോചിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് യേശു തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് 2-ാം പ്രാവശ്യം മുന്നറിയിപ്പ് നൽകുന്നു. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തർക്കിച്ചപ്പോൾ, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവനെന്ന് യേശു അരുളി ചെയ്യുന്നതിലൂടെ ശിഷ്യന്മാർക്കുണ്ടാകേണ്ട വിനയത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനെ പിന്തുടരാൻ തയ്യാറാകുന്നവർക്ക് ലൗകിക ബന്ധങ്ങളെക്കാൾ ദൈവരാജ്യം മുൻഗണന നൽകണമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. വിശുദ്ധ ലൂക്ക 10-ാം അധ്യായം യേശുവിന്റെ ശിഷ്യത്വ ബോധനങ്ങളും സ്നേഹത്തിന്റെ പ്രായോഗിക അർത്ഥവും ഊന്നിപ്പറയുന്നു. യേശു ശിഷ്യന്മാരെ 2 പേർ വീതം ദൈവരാജ്യം പ്രസംഗിക്കാൻ അയക്കുന്നു. കൊരാസിൻ, ബെത്സേദ, കഫർനൂം പോലെയുള്ള നഗരങ്ങളുടെ അനുതാപക്കുറവിനെ യേശു ദുഃഖത്തോടെ സൂചിപ്പിക്കുന്നു. ദുഷ്ടാത്മാക്കൾ അവരുടെ വാക്ക് കേട്ടതായി ശിഷ്യന്മാർ സന്തോഷത്തോടെ പറയുന്നു. എന്നാൽ യേശു അവരെ ആത്മാവുകളിലല്ല, സ്വർഗത്തിലെ പേരെഴുത്തിലാണ് സന്തോഷിക്കണമെന്ന് ഉപദേശിക്കുന്നു. എന്റെ അയൽവാസി ആര് എന്ന ചോദ്യത്തിന് യേശു സ്നേഹവും കരുണയും പ്രായോഗികമായി ജീവിക്കുന്ന സമരിയായനെ ഉദാഹരണമായി നൽകുന്നു. സ്നേഹം അതിരുകൾ കടക്കുന്നതാണെന്ന് ഈ ഉപമ പഠിപ്പിക്കുന്നു. സേവനത്തിൽ തിരക്ക് പിടിച്ച മർത്തായെയും യേശുവിന്റെ വാക്ക് ശ്രവിച്ച മറിയയെയും മുഖാമുഖം നിർത്തി ദൈവവചനത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം യേശു വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.